എൻവി സിനിമാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നല്ലവരായ സിനിമാ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ സിനിമയുടെ കളക്ഷൻ ഏതറ്റം വരെ പോയി എന്നാണ് നോക്കാൻ നിൽക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 4 കോടിയോളമാണ് സിനിമ ഇതുവരെയായിട്ട് പ്രീസെയിലായിട്ട് കളക്ഷൻ നേടിയത്. ഇതിൽ ഏകദേശം 2 കോടി രൂപയും കർണാടകയിൽ നിന്നാണ് സിനിമ കളക്ഷൻ നേടിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ അത് പൃഥ്വിരാജ് നായകനായി എത്തിയ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇറങ്ങിയ ആടുജീവിതം എന്ന സിനിമയായിരുന്നു. അന്ന് ഏകദേശം 2 കോടിയോളം പ്രീസെയിലായിരുന്നു റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ആടുജീവിതം നേടിയത്. ഇപ്പോൾ ഇതാ അതേ നടൻ്റെ സംവിധാന സംരംഭമായ L2 എമ്പുരാൻ 4 കോടിയോളം രൂപയാണ് ഇനിയും സിനിമ തിയേറ്ററിലേക്ക് എത്താൻ 4 ദിവസം ബാക്കിയുള്ളപ്പോൾ നേടിയിരിക്കുന്നത്. ഏതറ്റം വരെ സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ പോകുമെന്ന് നമുക്ക് കാത്തിരിക്കാം. വേൾഡ് വൈഡായിട്ട് പ്രീസെയിലായിട്ട് സിനിമ 35 കോടിയോളം രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. 2019 ലൂസിഫറിൻ്റെ ബഡ്ജറ്റാണ് ഈ 35 കോടി എന്നത്. അതേപോലെ തന്നെ ലൂസിഫറിൻ്റെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ 50 കോടി 55 കോടി അതിൻ്റെ ഇടയിലായിരുന്നു. ഇപ്പോൾ ഇതാ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ L2 എമ്പുരാൻ്റെ കളക്ഷനായിട്ട് 50 കോടിക്ക് മുകളിൽ നേടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകാം L2 എമ്പുരാൻ സിനിമയുടെ ബ്രാൻഡ് വാല്യൂ, ആ സിനിമയുടെ പവർ ഏതറ്റം വരെയാണ് എന്ന്. കാത്തിരിക്കാം ഈ 27-ാം തീയതി റിലീസ് ചെയ്യുന്ന L2 എമ്പുരാനായിട്ട്. എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്.